നാട്ടിലെത്തിയിട്ട് വലിയ തിരക്കുകളൊന്നും കഴിയാൻ നിന്നിട്ടില്ല. ഭയങ്കര എന്താ പറയുക, കുറച്ച് നാളായിട്ടുള്ള നാട്ടിലേക്ക് വരാൻ തന്നെ പ്രത്യേകിച്ച് കാരണം അച്ഛനമ്മേനെയും കാണാം. പിന്നെ അതിനേക്കാളുപരി അനിയൻ്റെ ഒരു കുഞ്ഞു വാവേനും കൂടെ എന്താ പറയുക ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞു വാവേനും കൂടെ കാണാമെന്നുള്ള ഭയങ്കരമായിട്ടുള്ള സന്തോഷത്തിലാണ് കേട്ടോ ഞാനും പിള്ളേരും. കാരണം ഞങ്ങൾ 9 മാസമായ കുഞ്ഞിന്, പക്ഷെ ഞങ്ങൾ ഇത്ര വരെ വീഡിയോ കോളിലല്ലാതെ ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ് പ്രത്യേകിച്ച് ഇപ്രാവശ്യം എൻ്റെ വീട്ടിലോട്ട് പോകുമ്പോഴേ എനിക്ക്. കാരണം അച്ഛനമ്മേനൊക്കെ ഞങ്ങൾ ഡിസംബറിൽ അങ്ങോട്ട് വന്നതുകൊണ്ട് പിന്നെ എല്ലാവരെയും കണ്ടിരുന്നു. പക്ഷെ കുഞ്ഞുവാവേനെ ഞങ്ങൾ ഇത്ര വരെയായിട്ട് കണ്ടില്ല. അതുകൊണ്ടെന്ന് വെച്ചാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ വീട്ടിൽ ഞങ്ങൾ വന്ന ഉടനെ നല്ല ജോലിയും കാര്യമൊക്കെ ആയിരുന്നു. എങ്കിലും അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എല്ലാം കഴിയാൻ നിന്നാൽ പിന്നെ നമുക്ക് ശരിയാവില്ല എന്ന്. അങ്ങനെ കുറച്ച് ജോലിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കെട്ടും മുട്ടും ബാണ്ടൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ കുഞ്ഞൂസും മണിക്കുട്ടി അവിടെ താമസിക്കാൻ പോവുകയാണ്. അവരുടെ ഡ്രസ്സും പിന്നെ കുഞ്ഞുവാവക്കുള്ള കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ജ്വല്ലറി കയറിയിട്ട് കുഞ്ഞിനൊരു ഗിഫ്റ്റും വാങ്ങി. അതുപോലെ മണിക്കുട്ടിക്ക് ഒരു പാദസരം കൂടെ വാങ്ങി. ജ്വല്ലറിയുടെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ലേ, കാരണം നമ്മൾ എടുക്കുമ്പോഴേ അവരോട് പെർമിഷൻ ചോദിക്കണം. അപ്പം മണിക്കുട്ടിയുടെ ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ എനിക്ക് പേടിയാണ്, ഇപ്പോഴും സ്വർണ്ണമൊക്കെ ഒത്തിരി വിലയൊക്കെ ഉള്ള സമയമല്ലേ. അപ്പോൾ അതാണ് പ്രധാനമായിട്ട് വീഡിയോ എടുക്കാതിരുന്നത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ട്രാവലിങ് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇപ്രാവശ്യം. ബുള്ളറ്റിൽ പോയതുകൊണ്ടെന്ന് വെച്ചാൽ ഒരുപാട് സാധനങ്ങളും ഉണ്ടായിരുന്നു. പിള്ളേരൊക്കെ ആകുമ്പോൾ സ്പേസ് അത്രയെല്ലാം ഉണ്ടാവില്ലോ, അതുകൊണ്ട് ഒന്നും ഫോൺ പോലും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഫൈനലി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ വേറെ തന്നെ ഒരു മൈൻഡാണ് എനിക്ക്. എന്തോ നമ്മുടെ സ്വന്തമല്ലേ, നമുക്ക് സ്വന്തം എന്ന് പറയാൻ നമ്മുടെ അച്ഛനമ്മേരെ വീട് മാത്രമല്ലേ ഉള്ളൂ. ഇനി നമുക്കിപ്പോഴും സ്വന്തം വീടായി കഴിഞ്ഞാലും അതിനേക്കാളൊക്കെ ഫ്രീഡാണ് അവിടെ പോകുമ്പോൾ. അപ്പോൾ പോയ ഉടനെ ഞാൻ ക്യാമറയൊക്കെ എടുത്ത് അടുക്കളയിലോട്ട് പോയി. പോകുമ്പോഴേക്കും ഓരോന്നോരോന്ന് അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അമ്മയ്ക്കെന്ന് വെച്ചാൽ ആദ്യമൊക്കെ വീഡിയോയിലൊക്കെ നിൽക്കാൻ ഭയങ്കര ചമ്മലായിരുന്നു. ഇപ്പോഴും വലിയ കുഴപ്പമില്ല, സപ്പോർട്ടൊക്കെ ചെയ്യും നമുക്ക്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം എന്നോട് പറയും ഓരോരോ നീ എടുത്ത് കഴിക്കാതെ അവനും കൂടി കൊണ്ട് കൊടുക്ക്, പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കുകയെന്ന്. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് എടുത്തെടുത്ത് കഴിക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ ഇരുന്നിട്ടുള്ളൊരു കഴിപ്പൊന്നുമില്ല. സാധാരണ വീട്ടിൽ പോയാൽ അങ്ങനെയാണ്, ഇരുന്നിട്ട് കഴിക്കുന്ന പരിപാടിയൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും വന്നൊക്കെ എടുത്ത്. പിന്നെ അമ്മയുടെ സ്പെഷ്യലാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈത്തപ്പഴം ഫ്രൈ, പഴംപൊരി, പിന്നെ അമ്മയുടെ ഒരു സിഗ്നേച്ചർ എന്നൊക്കെ പറയാനൊരു നെയ്യപ്പമുണ്ട്. പക്ഷെ ഞങ്ങളിപ്പോൾ പറയും നെയ്യപ്പം വേണ്ടാന്ന്. കാരണം നെയ്യപ്പമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്നതായതുകൊണ്ട് പിന്നെ അമ്മയുടെ ആ ഒരു ലെവലിൽ കിട്ടില്ലേ. ഭയങ്കര ഷേപ്പൊക്കെയാണ് അമ്മയുടെ നെയ്യപ്പത്തിന്, അത് പറയാതിരിക്കാൻ വയ്യ. എത്ര തന്നെ ഉണ്ടാക്കിയാലും. പിന്നെ അതിൻ്റെ കൂടെ ഒരു സുഖിയനും കൂടി ഉണ്ടായിരുന്നു. ഈ ഒരു സുഖിയെന്ന് വെച്ചാൽ ചെറുപയറല്ലേ, പരിപ്പായിരുന്നു അതിൻ്റെ ഉള്ളിൽ. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു നീ കഴിച്ചൊരെണ്ണേ ഉള്ളൂ, നീ കഴിച്ചോ, ഇനിയിപ്പോൾ ഞാൻ ആരും കഴിക്കത്തില്ലാന്ന്. അങ്ങനെ ഞാൻ കഴിച്ച് അച്ഛൻ്റെ കൂടെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും. ഇതെപ്പോഴുള്ളൊരു പതിവാണ്. അതുപോലെ അച്ഛന് ചെറിയ കൈക്കൊരു പരിക്കരൊക്കെ പറ്റി. പിന്നെ ഇപ്രാവശ്യത്തെ ഒരു വരവെന്ന് വെച്ചാൽ എല്ലാം ഒരുമിച്ചായിരുന്നു. ഇത്രയും ദിവസം ലേറ്റായത് ചിലപ്പോൾ അതായിരിക്കും. അച്ഛൻ്റെ പിറന്നാളും കൂടിയാണ് ഇന്ന്. പിന്നെ വന്ന ഉടനെയുള്ളൊരു പരിപാടി എന്ന് വെച്ചാൽ ഫ്രിഡ്ജ് തുറന്ന് നോക്കുക. എന്തോ ഒന്നും എടുക്കില്ല എങ്കിലും എനിക്കതൊരു വല്ലാത്തൊരു സുഖം. എന്നെക്കാളും സുഖമാണ് പിള്ളേർക്ക്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് ആ കുഞ്ഞതിഥി എത്തിയിട്ടുണ്ട്. എടുക്കാൻ പറ്റിയില്ലേ വീഡിയോ, ആ എക്സൈറ്റ്മെൻറ്റിൽ. പക്ഷെ കുഞ്ഞിനെ എടുക്കാൻ പോലും എൻ്റെ പിള്ളേർ വിടുന്നില്ല, അവർ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ മണീനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കേക്ക് കട്ട് ചെയ്യുന്നതിനിടയിൽ മണിയുടെ മുടിയൊക്കെ പിടിച്ച് വലിക്കാൻ കേട്ടോ കുഞ്ഞുവാവ. അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എൻ്റെ മക്കൾ കഴിഞ്ഞതിന് ശേഷമുള്ള കുഞ്ഞുവാവയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലത്തെ സ്വന്തം കുഞ്ഞുവാവ എന്ന് പറഞ്ഞ ഇവനാണ് കേട്ടോ. നമ്മളെ പിള്ളേരൊക്കെ നമ്മുടെ വീട്ടിലോട്ട് വന്നില്ലേ, വേറെ വീട്ടിലോട്ട് പോയില്ലേ. അപ്പോൾ ഇവനല്ലേ അവിടെ വളരേണ്ട ആൾ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലത്തെ കുഞ്ഞുവാവ. അപ്പോൾ എനിക്കെന്തോ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ അവിടെ പോയി കാണുമ്പോൾ. കാരണം കുറേ വർഷത്തിന് ശേഷം വീണ്ടും ഒരു വാവ നമ്മുടെ വീട്ടിൽ. എന്താ അതെങ്ങനെയാണ് പറയേണ്ടതെന്നറിയില്ല. അങ്ങനെ പിള്ളേരെ എടുക്കാനേ സമ്മതിക്കുന്നില്ലേ. അപ്പം ഞാൻ പറഞ്ഞു ഒരിക്കൽ എടുക്കട്ടെ. അതാണെങ്കിലുണ്ടല്ലോ കുഞ്ഞാണെങ്കിലും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം നമ്മളെ വീഡിയോ കോളിലൊക്കെ കാണുന്നതുകൊണ്ട് ഏകദേശം മനസ്സിലായി. പിന്നെ ഇപ്രാവശ്യത്തെ കേക്ക് കൊള്ളായിരുന്നു. ഫസ്റ്റ് എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ അനിയനൊക്കെ ജോലിയൊക്കെ ആയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു ചടങ്ങൊക്കെ. ഇതിന് പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കൊറോണ സമയത്ത് എല്ലാവരും കൂടിയ സമയത്ത് എൻ്റെ ഒരു പരീക്ഷണമായിരുന്നു അച്ഛൻ്റെ ആദ്യത്തെ ബർത്ത്ഡേക്ക്. അന്നൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോസൊക്കെ പോയി അല്ലെങ്കിൽ ഞാനിതിൽ ടാഗ് ചെയ്യാമായിരുന്നു. പിന്നെ ഫുഡ്
ഇപ്രാവശ്യം നെയ്ച്ചോറും ഇറച്ചിയും പിന്നെ ചോറും കറിയും എപ്പോഴും ഉണ്ടാക്കുമേ. അങ്ങനെ സദ്യയും കൂടി ഉണ്ടായിരുന്നു. ഞാൻ വരുമ്പോഴേ വിളിച്ചു പറഞ്ഞായിരുന്നു വേണ്ട, കാരണം അച്ഛന് വയ്യായിരുന്നുകൊണ്ട് കൈക്ക് ചെറിയൊരു തുന്നൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട, സാധനങ്ങളൊന്നും അധികം ഉണ്ടാക്കണ്ട. പക്ഷേ എന്നാലും അവരങ്ങനെ ഉണ്ടാക്കും, നമ്മൾ വല്ലപ്പോഴും പോകുന്നവരല്ലേ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഇതാ ചിക്കൻ ഫ്രൈ. അത് അമ്മയുടെ ഒരു സിഗ്നേച്ചറാണ്, ആ ഒരു ചിക്കൻ ഫ്രൈ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ബീൻസും കൂടെ. എൻ്റെ ഭർത്താവിനെന്ന് പറഞ്ഞാൽ നമ്മൾ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ സദ്യയുടെ കറികളൊക്കെ കഴിക്കുന്നൊരു രീതിയുണ്ട്. അത് പ്രമാണിച്ചിട്ട് അമ്മ ഇട്ട് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടു ഇത്രയൊക്കെ വിളമ്പി എന്നല്ലാതെ ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. എന്താണെന്നുള്ളത് അങ്ങനെയാണ് ചിലപ്പോൾ. മനസ്സിങ്ങനെ നിറഞ്ഞു എന്നൊക്കെ പറയുന്നത് നമ്മുടെ വീട്ടിലെത്തുമ്പോൾ. അച്ചാർ, നല്ല അച്ചാറുണ്ടായിരുന്നു. അപ്പം അച്ചാറൊക്കെ കൂട്ടി, പിന്നെ സാലഡ്, പിന്നെ സദ്യയുടെയെന്ന് വെച്ചാൽ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഒരു അടിപൊളി മാങ്ങ. ഇത് അമ്മയ്ക്ക് ആരോ കൊടുത്തേ കണ്ടാണ്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് ഇറങ്ങുകയാണ്. വല്ലാത്ത വിഷമമുണ്ട് കേട്ടോ, കുഞ്ഞിൻ്റെ കൂടെ ഒരു ദിവസം നിൽക്കാൻ പറ്റാത്തതിൽ. ഞങ്ങൾക്ക് ഇവിടെ പണിക്കാരുള്ളത് കൊണ്ടാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ വിശേഷം.